കയ്യിൽ കുരിശ് കരുതാനുണ്ടായ പ്രേരണ ജീവിത നവീകരണത്തിന് കാരണമായ അനുഭവം പങ്കുവച്ച് അമേരിക്കൻ പ്രൊഫസർ. ആത്മീയ ജീവിതത്തിൽ കുരിശുമായും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ശക്തിയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് അമേരിക്കൻ ഫിസിക്സ് പ്രൊഫസറുടെ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ഫിസിക്സ് പ്രൊഫസറായ മാറ്റ് ഡി ആന്റുവോനോയാണ് തന്റെ അനുഭവം നാഷണൽ കാത്തലിക് രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 2008 പ്രൊഫസർ ആന്റുവോനോയെ കത്തോലിക്ക സഭയിൽ തിരികെ എത്തിച്ച മനപരിവർത്തനം ഉണ്ടായത്. കുരിശ് ലോകത്തെ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലാണെന്നും യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ പങ്കിടുവാനായി മനുഷ്യരുടെ സഹനങ്ങൾ കുരിശുമായി ബന്ധപ്പെടുത്താൻ കഴിയുമെന്നും പ്രൊഫസർ പറയുന്നു. പിൽക്കാലത്ത് താൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ തൻ്റെ ചിന്തകൾ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കുമായിരുന്നു. മണിക്കൂറുകളോളം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഇരിക്കുമായിരുന്നു. ഇതിനെ മറികടക്കുവാനായി സദാസമയവും ഒരു കുരിശുരൂപം കയ്യിൽ കരുതിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചു. നിന്റെ കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കുക എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളും പ്രചോദനമായി. യേശു ചുമന്ന കുരിശു ചുമക്കുവാൻ തനിക്ക് കഴിയില്ലെന്നറിയാമായിരുന്നുവെന്ന് പറഞ്ഞ പ്രൊഫസർ ജപമാലകളിലും മാലകളിലും കാണുന്ന തരത്തിലുള്ള ഒരു കുരിശുരൂപം തൻ്റെ കയ്യിൽ കരുതുവാൻ തീരുമാനിച്ചു. എൻ്റെ അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലും ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കുരിശുരൂപം കൊണ്ടു നടക്കുന്നത് കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? എന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നതിലല്ല എൻ്റെ ജീവിതം. അത്തരം തെറ്റിദ്ധാരണകൾ സഹിക്കുന്നത് തന്നെ യേശുവിൻ്റെ സഹനത്തിൽ പങ്കുകൊള്ളുവാനുള്ള മറ്റൊരു മാർഗമാണ് എന്ന ഉൾക്കാഴ്ച ലഭിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് 4 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു കുരിശുരൂപം സ്വന്തമാക്കിയ അദ്ദേഹം തൻ്റെ വിവാഹമോതിരത്തിൽ ഒതുക്കിപ്പിടിക്കാൻ തുടങ്ങി. അത് ഇപ്പോഴും തൻ്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ വർഷവും നോമ്പ് കാലത്ത് ആളുകൾ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുവെന്ന് എനിക്കറിയാം. കൂടാതെ നിരവധി ആളുകൾ നോമ്പിനായി നിരവധി കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരാറുണ്ട്. എനിക്ക് പ്രയോജനകരമെന്ന് കണ്ടെത്തിയ കാര്യമാണ് താഴ്മയോടെ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു. ക്രൂശീകരണത്തിൽ സ്നേഹം മരണത്തെയും സഹനത്തെയും പരിവർത്തനം ചെയ്യും എന്ന ഓർമ്മപ്പെടുത്തലും അദ്ദേഹം ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഇദ്ദേഹം 7 കുട്ടികളുടെ പിതാവ് കൂടിയാണ്.